നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എഡോഡ കമവിംഗക്ക് കൊടുത്ത റെഡ് കാർഡിലെ വിവാദം പുകയുകയാണല്ലോ. റഫറിക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്നവരുണ്ട്. അതല്ല, അത് കമവിംഗ ചോദിച്ചു വാങ്ങിയ റെഡാണ് എന്ന് വിശദീകരിക്കുന്നവരുമുണ്ട്. കാരണം ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കിട്ടിയ ആളാണ്. അയാളാണ് ഇങ്ങനെ മാച്ച് റീസ്റ്റാർട്ട് ഡിലേ ചെയ്യിക്കുന്നതിന് വേണ്ടി ബോൾ തട്ടിക്കൊണ്ടുപോവുക, പിന്നെ കൈ കൊണ്ടെടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് യെല്ലോ കാർഡിന് അർഹിച്ച കുറ്റമാണ്. ഓൾറെഡി യെല്ലോ കാർഡ് ആയതുകൊണ്ട് റെഡ് കാർഡ് ആയതാണ്. റഫറിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് പരിശോധിക്കുകയാണ്. സംഭവിച്ചത് സ്ലാവ്കോ വിനിസിച്ച് എടുത്ത് കമവിംഗക്ക് യെല്ലോ കാർഡ് കൊടുത്തതാണ്. ഓൾറെഡി യെല്ലോ ആയതുകൊണ്ട് റെഡായിപ്പോയി. ഇപ്പോൾ വെസ്ലി സ്നൈഡർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. നമുക്കറിയാം, കളി കഴിഞ്ഞിട്ട് റയൽ മാഡ്രിഡിൻ്റെ താരങ്ങളെല്ലാവരും കൂടി റഫറിക്ക് നേരെ തിരികുകയായിരുന്നു. അപ്പോൾ വെസ്ലി സ്നൈഡർ പറയുന്നത്, മുൻ റയൽ മാഡ്രിഡ് താരം കൂടിയാണ് വെസ്ലി സ്നൈഡറെ, അദ്ദേഹം ടച്ച് ഇതിഹാസമാണ്. അദ്ദേഹം പറയുന്നത് കമവിംഗ ഈസ് സ്റ്റുപ്പിഡ്, അവൻ ചെയ്തത് വിഡ്ഢിത്തരമാണ്. നിങ്ങൾക്കറിയാമോ, എൻ്റെ റയൽ മാഡ്രിഡ് പ്ലെയേഴ്സ് ചെയ്യേണ്ടിയിരുന്നത്, ഫൈനൽ വിസിലിന് ശേഷം ചെയ്യേണ്ടിയിരുന്നത് ലോക്കർ റൂമിലേക്ക് കൂടിയാണ്, അല്ലാതെ റഫറിയുടെ നേരെ പോവുകയല്ല. ലോക്കർ റൂമിലേക്ക് പോയിട്ട് അവൻ്റെ നേരെ, കമവിംഗക്ക് നേരെ വേണമായിരുന്നു ആ ദേഷ്യം കാണിക്കാൻ. അതാണിപ്പോൾ കൃത്യമായിട്ട് വെസ്ലി സ്നൈഡർ പറയുന്നത്. ചുരുക്കത്തിൽ ഇവിടെ റഫറിക്കല്ല തെറ്റുപറ്റിയത്, അത് കമവിംഗ ചെയ്ത അബദ്ധമാണ്. ഒരിക്കൽ യെല്ലോ കാർഡ് കിട്ടി നിൽക്കുന്ന ഒരു താരം ഒരിക്കലും ഇത്തരത്തിൽ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, സ്റ്റുപ്പിഡിറ്റിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് വെസ്ലി സ്നൈഡർ പറയുന്നു. ഈ വിഷയത്തിൽ മുൻ റഫറി ആയിട്ടുള്ള ഇറ്റുറാലിൻ്റെ പറഞ്ഞ വാക്കുകൾ കൂടി നോക്കുക. അദ്ദേഹം പറയുന്നത്, അറ്റ് ദിസ് ലെവൽ ഒരു പ്ലെയറെ നമുക്ക് ഈ രൂപത്തിൽ സെൻഡ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം 10 പേരായിട്ട് ടീമിനെ ചുരുക്കുക എന്നുള്ളതല്ലല്ലോ. റഫറി ചെയ്യേണ്ടത് കളിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, എങ്ങനെ ഒരു മാച്ച് നന്നായിട്ട് മാനേജ് ചെയ്യണം, അതിനാണ് റഫറി നോക്കേണ്ടത്, അല്ലാതെ മാച്ച് റൂയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും റഫറി വിൻസിച്ചിൻ്റെ ഭാഗത്ത് നിന്ന് പൂവർ മാനേജ്മെൻറ്റാണ് സംഭവിച്ചിരുന്നത്. പക്ഷേ കമവിംഗ ഒരിക്കലും ആ ബോൾ എടുക്കാൻ പാടുണ്ടായിരുന്നില്ല. അതിനെയും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്നാണ് റഫറി പറഞ്ഞത്. അപ്പോൾ മുൻ റഫറി പറയുന്നതിൻ്റെ അന്തസ്സത്ത് ഇത്രയേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ കമവിംഗ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പോൾ കമവിംഗ ചെയ്തു എന്ന് വെക്കുക, ഓൾറെഡി അയാൾ യെല്ലോ കാർഡ് ആണെങ്കിൽ ഇവിടെ കളി നശിപ്പിക്കുകയല്ല വേണ്ടത്, കളി മുന്നോട്ട് പോകാൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടത്. ഇത്തരം കാർഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഫൗളോ ഒന്നും ചെയ്തതിൻ്റെ പേരിലുള്ള കാർഡല്ല. ഇങ്ങനെയുള്ള ആക്ഷൻസ് എടുക്കുമ്പോൾ, ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുമ്പോൾ അത് കളിയെ നശിപ്പിക്കുമോ ഇല്ലയോ ഇത് നോക്കിയിട്ട് വേണം റഫറി എടുക്കാൻ. അത് റഫറിയുടെ വിവേചനാധികാരമാണ്. റഫറി വളരെ പൂറായിട്ടാണ് ഈ ഒരു സംഗതി ഹാൻഡിൽ ചെയ്തത് എന്നാണ് ഇപ്പം അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്ത് വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.